പാഠം 792 ഒരു ചക്കപ്പഴത്തിന്റെ കഥ. ഇത്ര റെഡിയായോ? മണി 9 ഉള്ളൂ. എനിക്കിന്ന് ഒരു 10 മിനിറ്റ് നേരത്തെ ഇറങ്ങണം. പോകുന്ന വഴി ഗംഗാധര സാറിന്റെ വീട്ടിലേക്ക് ഒന്ന് കയറേണ്ട ആവശ്യമുണ്ട്. ഓ ആ മോഹനേട്ടാ, അത് പറഞ്ഞപ്പോഴേ ഓർത്തത്, സ്റ്റേറ്റ് ബാങ്കിലെ ദാമോദര സാറിന്റെ വീടിന്റെ പാലുകാച്ചൽ നാളെയല്ലേ? അതെ. ദാമോദര സാറിന് എന്താ കൊടുക്ക? ദാമോദര സാറിന് കൊടുക്കാൻ പാലുകാച്ചൽ ചെല്ലുമ്പോ എന്തെങ്കിലും സമ്മാനം വാങ്ങിക്കൊണ്ട് പോണ്ടേ? എന്തിന്? അതൊക്കെയല്ലേ നാട്ടുനടപ്പ്. ഒരാൾ ഒരു പുതിയ വീട് വെച്ചു, അതിന്റെ പാലുകാച്ചലിന് വേണ്ടപ്പെട്ടവരെ പരിചയക്കാരെയൊക്കെ ക്ഷണിക്കുന്നു. അപ്പൊ വെറും കൈയോടെ അങ്ങോട്ട് കയറി ചെല്ലുന്നത് ശരിയാണോ മോനട്ടാ? എന്തായാലും നല്ല സമ്മാനം വാങ്ങിട്ടോടെ അങ്ങോട്ട് ചെല്ലാൻ. ഇതൊക്കെ ഒരു കാര്യമില്ലാത്ത ചില നാട്ടുനടപ്പുകളാണ്. ഒരാൾ അയാളുടെ ഇഷ്ടത്തിന് ഒരു വീട് വെക്കും. അപ്പോ ആ വീട്ടിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അയാൾക്കറിയാം. അതൊന്നും അറിയാത്ത നമ്മൾ കണ്ണിൽ കാണുന്ന എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് ചെന്നാൽ അതങ്ങ് ശരിയാവോ? പുതിയ സിദ്ധാന്തം കൊള്ളാം. വീടിന്റെ പാലുകാച്ചലിന് സമ്മാനം വാങ്ങിക്കൊടുക്കുന്ന നാട്ടിലെ സകല മണ്ടന്മാരും ഈ സിദ്ധാന്തം ഒന്ന് കേട്ടുപിടിക്കുന്ന നല്ലതാ. കാശ് മുടക്കാൻ കഴിയില്ലെങ്കിൽ അതിങ്ങ് പറഞ്ഞാ പോരെ മോനട്ടാ. എന്തിനാണ് ഈ അന്തം വിട്ട സിദ്ധാന്തം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ അത് അംഗീകരിക്കും. അത് അംഗീകരിച്ചില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. കഷ്ടമുണ്ട് മോഹനട്ടാ. നാളെ പാലുകാച്ചലിന് വരുന്ന സകല മനുഷ്യന്മാരുടെ കയ്യിലും എന്തെങ്കിലുമൊക്കെ സമ്മാനം കാണും. മോഹനട്ട് മാത്രം കൈയും വെച്ച് ഇങ്ങനെ കയറി ചെല്ലും. അവിടെയുള്ളവരപ്പോ മോഹനട്ടനെ പറ്റി എന്തായാലും കരുതുന്നുണ്ടാവുക? ഒന്നും കരുത്. നാട്ടുകാർക്കെല്ലാം അറിയാം. എല്ലാവർക്കും അറിയാം. ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ പിശുക്കനാണ് ഈ മോഹനകൃഷ്ണൻ അറിയാം. നാളത്തോടെ അവരെല്ലാതെ ഉറപ്പിക്കുകയും ചെയ്യും. ഫോൺ ബില്ലടിക്കുന്നു, അതാരാണെന്ന് നോക്കിയാൽ കൊള്ളാം. ഹലോ, അതെ ഭമയാണ്. അനുരാധേ, നീ എവിടുന്നാ? അതെയോ, എന്നാ നാട്ടിലെത്തിയേ? ആണോ? വേറെന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങോട്ടോ? എന്ന്? എന്റെ ഈശ്വരാ, നിന്നെ കണ്ടിട്ട് എത്ര വർഷമായി. എന്ന് വേണേലും നീ ഇങ്ങോട്ട് പോരെ. വരുന്നതിന്റെ തലേദിവസം നീ എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞാ മതി. നിനക്ക് ഇഷ്ടമുള്ള കൊഞ്ച് ഫ്രൈ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെക്കില്ലേ? പിന്നെ ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആണോ? എനിക്ക് വയ്യ, നീ ആളെ കൊള്ളാലോ. ശരി ശരി ശരി. മോഹനയുടെ രാവിലെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുന്ന നേരം അതിന്റെ ചെറിയൊരു തിരക്കുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞ് നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. ഓ ശരി ശരി. മോഹനട്ടാ, ദേ വിളിച്ചാരാന്നറിയാമോ? അറിയില്ല, പക്ഷേ കൊഞ്ച് ഫ്രൈ ഇഷ്ടമുള്ള ആളാണെന്ന് മനസ്സിലായി. അനുരാധ എന്റെ കൂടെ 4 വർഷം ലോ കോളേജിൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ, അവസാന വർഷം കോഴ്സ് തീർക്കാൻ നിൽക്കാതെ കല്യാണം കഴിച്ച് കെട്ടിയനോട് ദുബായിക്ക് പോയൊരു കക്ഷി. അവൾ ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ട്. അടുത്ത ആഴ്ച ഒരു ദിവസം ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അവളെ കണ്ടിട്ട് കൊല്ലം 3 ഈ കൊഞ്ചിനൊക്കെ ഇപ്പൊ എന്താ വില നിനക്ക് അറിയാലോ? കൊഞ്ചിന് ഭയങ്കര വില. അതിനിടെ പിച്ചുകോട്ട് വന്നോളൂ. ഞാനിത് എന്നും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ മോനട്ടാ. അങ്ങനെ ഒരാൾ ഇവിടെ വരുമ്പോ അവക്ക് ഇഷ്ടമുള്ള വല്ലതൊന്നും വെച്ചു കൊടുക്കണ്ടേ? പിന്നെ എത്ര കൊഞ്ചേറി ഉണ്ടായി കൊടുത്താലും നഷ്ടമൊന്നുമില്ല. അവൾ എനിക്കൊരു ഉഗ്ര സമ്മാനമായിട്ടല്ലേ വരുന്നത്. എന്ത് സമ്മാനം? ഒരു പുതിയ മൊബൈൽ ഫോൺ. 10,000 രൂപയായത്രയാ മൊബൈൽ ഫോണിന്. എനിക്കായിട്ട് അവൾ അങ്ങ് ദുബായിന്ന് വാങ്ങിയതാ. ഇഷ്ടപ്പെടല്ലേ? മനുഷ്യര് പരസ്പര സമ്മാനങ്ങൾ കൊടുക്കുന്ന കാര്യം നമ്മളിപ്പോ അങ്ങ് പറഞ്ഞു തീർത്തല്ലേ ഉള്ളൂ. ഇപ്പൊ മോഹനേട്ടന് മനസ്സിലായോ ആളുകള് സ്നേഹവും ഇഷ്ടവും ഒക്കെ പ്രകടിപ്പിക്കുന്ന എങ്ങനെയാണെന്ന്? ഇതെങ്ങനെ സ്നേഹപ്രകടനമാകും? സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ ഒരാളെ 10,000 രൂപയുടെ മൊബൈൽ എനിക്ക് വാങ്ങി തരൂ? മൊബൈൽ ഫോണിന്റെ ഉപയോഗം കാരണം ക്യാൻസറും ട്യൂമറും ഒക്കെ ദിനം പ്രതി കൂടുകയാണെന്ന് കഴിഞ്ഞ ആഴ്ചയും ഞാൻ പത്രത്തിൽ വായിച്ചു. അങ്ങനെ നോക്കുമ്പോ നിന്റെ കൂട്ടുകാരി നിനക്ക് വാങ്ങിത്തരുന്നത് ക്യാൻസർ പരത്തുന്ന ഒരു സാധനമാണ്. ഇതെങ്ങനെ സ്നേഹപ്രകടനമാവും?
കൊല്ലി. എന്റെ പൊന്നീശ്വര, ആ മഹാനെ സമ്മതിക്കണം. എന്തു പറഞ്ഞാലും ഒരു തരികിട ന്യായമായിട്ട് വരും. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തുക എന്ന് പറഞ്ഞ പരിപാടിയാണ് ഇപ്പൊ നടന്നത്. മോഹനേട്ടന്റെ ജീവിതത്തിൽ മോഹനേട്ടൻ ഇന്ന് വരെ ഒരാൾക്കും 10 പൈസ മുടക്കി ഒരു സാധനവും വാങ്ങിക്കൊടുത്തിട്ടില്ല. ബാക്കിയുള്ള ആളുകളൊന്നും അങ്ങനെയല്ല. കയ്യിൽ കാശുണ്ടാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കും. അത് കണ്ടിട്ട് ഇങ്ങനെ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല മോനേട്ടാ. ഞാൻ ആർക്കും ഒന്നും വാങ്ങിക്കൊടുക്കുന്നില്ല എന്ന് നീ പറഞ്ഞത് ആദ്യത്തെ തെറ്റ്. ഞാൻ ആർക്കെല്ലാം എന്തെല്ലാം വാങ്ങിക്കൊടുത്തിരിക്കുന്നു. അയ്യോ, എന്റെ കഴിഞ്ഞ പിറന്നാളിന് ആഫീസിലുള്ള സകല ആൾക്കാർക്ക് ഞാൻ മുട്ടായി വാങ്ങിക്കൊടുത്തില്ലേ? ഇക്കാര്യം പുറത്തിറങ്ങി പറഞ്ഞേക്കല്ലേ. പിറന്നാളായിട്ട് ആർക്കും ഒന്നും വാങ്ങിക്കൊടുക്കില്ല എന്ന് മോഹനേട്ടൻ പറഞ്ഞപ്പോ മിഠായി എങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കാൻ ഞാൻ മോഹനേട്ടനെ പറഞ്ഞൊന്ന് സമ്മതിപ്പിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്നിട്ട് മോഹനകൃഷ്ണ സാർ ചെയ്തതോ എല്ലാവർക്കും ഓരോ രൂപയുടെ ഓരോ മുട്ടായി വാങ്ങിക്കൊടുത്തു. എല്ലാരും കൊടുത്തല്ലോ, ഈ എല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില്ലേജ് ആഫീസിൽ 12,000 പേരൊന്നുമില്ലല്ലോ മോനേട്ടാ. 3 പേര്. ശിശുപാലൻ ചേട്ടൻ, സ്വയംപ്രഭ, കാഞ്ചന. 3 പേർ കൂടി എത്ര രൂപയായി? 3 രൂപ. 3 മുട്ടായി. സത്യം പറഞ്ഞ അത്ര വൃത്തിയോട് കാണിക്കുന്നേക്കാട്ടും നല്ലതേ ഒന്നും വാങ്ങി കൊടുക്കാതിരിക്കുന്നായിരുന്നു. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് ഞാൻ പൈസ ഉണ്ടാക്കുന്നത് എന്ന്. അത് തോന്നും പോലെ വാരിക്കോരി ചെലവാക്കാൻ പറ്റില്ല എന്ന്. മോഹനേട്ട ചെലവാക്കണ്ട. എല്ലാം കൂടി വാരി കൂട്ടി കെട്ടിപ്പൂട്ടി കഷത്തി വെച്ചു. പക്ഷെ മറ്റുള്ള ആളുകൾ അങ്ങനെ ചെയ്യണമെന്ന് പറയരുത്. എന്റെ കൂടെ 4 വർഷം പഠിച്ച ആളാണ് അനുരാധ. അവള് 3 വർഷം കഴിഞ്ഞ് ലീവിന് വരുമ്പോ എനിക്കൊരു സമ്മാനം വാങ്ങിക്കൊണ്ട് വരുന്നില്ല. എന്താണ് മോനേട്ട ഇത്ര തെറ്റ്? തെറ്റ് എന്താണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്നാമത്, മൊബൈലിന്റെ അമിത ഉപയോഗം കൊണ്ട് പലതരത്തിലുള്ള അസുഖങ്ങളും വരും. നമുക്ക് സ്നേഹമുള്ള ഒരാൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന സമ്മാനമല്ല മൊബൈൽ. അത് ശത്രുക്കൾക്ക് വാങ്ങിക്കൊടുക്കേണ്ട സാധനമാണ്. നല്ല ന്യായമാണ്. അല്ല, ഈ സൈസ് ന്യായങ്ങൾ ഇനിയും കയ്യിലുണ്ടോ? ഉണ്ട്. ആമേ, നിനക്ക് ഇപ്പൊ ഒരു മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ രണ്ടാമതൊരു മൊബൈൽ ഫോൺ കൊണ്ട് നിനക്ക് എന്താണ് പ്രയോജനം? എന്റെ ആ ഫോൺ പഴയതായില്ലേ, അത് മാറ്റിട്ട് എനിക്ക് പുതിയത് ഉപയോഗിക്കാലോ. എന്തിന്? പഴയ ഫോണിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ 10,000 രൂപ മുടക്കി പുതിയൊരു ഫോൺ വാങ്ങി അത്രയും പണം അനുരാധ നാശിപ്പിച്ചു. ഫോൺ വാങ്ങാതെ ആ പണം നിന്റെ കയ്യിൽ തന്നിരുന്നുവെങ്കിൽ നിനക്ക് ഉപയോഗമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെലവാക്കാം. എന്നിട്ട് വേണം അതും വാങ്ങി ബാങ്കിൽ കൊണ്ടുപോയിടാൻ. ആ കളി നടക്കില്ല. പിന്നെ നീ പറഞ്ഞേട്ടാ, ബാങ്കിൽ എന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ മുഴുവൻ നിന്റെ കൂട്ടുകാരുണ്ടെന്ന് ദാനം ചെയ്തെന്ന് തോന്നുമല്ലോ. എന്റെ ജീവിതത്തിൽ ഇതുവരെ അർഹതയില്ലാത്ത 1 രൂപ പോലും കെ മോഹനൻ സാറ് ആരുടെ കയ്യിൽ വാങ്ങിയിട്ടില്ല. അങ്ങനെ വാങ്ങാനായിരുന്നെങ്കിൽ എനിക്ക് ലക്ഷക്കണക്കിന് രൂപ വാങ്ങാമായിരുന്നു. ഞാൻ വാങ്ങിയോ? ആമേ, നമുക്ക് ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ അയാൾക്ക് ഉപയോഗമുള്ള സാധനങ്ങൾ നമ്മൾ സമ്മാനമായി കൊടുക്കണം. അനുരാധ വാങ്ങിയ മൊബൈൽ ഫോൺ കൊണ്ട് നിനക്കൊരു പ്രയോജനമില്ല. അതിനർത്ഥം അനുരാധ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല അത് വാങ്ങിയത് എന്നാണ്. ശരി, അപ്പോ അവക്ക് എന്നോട് ശരിക്കും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു വാങ്ങേണ്ടത്? നിനക്ക് പ്രയോജനമുള്ള, ദോഷങ്ങളൊന്നുമില്ലാത്ത ഒരു സമ്മാനം. അല്ല, ഞാനതാരണം നോക്കട്ടെ. നമസ്കാരം സാറേ. നമസ്കാരം. എന്താ ജോൺകുട്ടി രാവിലെ? ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ഇതിവിടെ തരാൻ. ചക്കയോ? ആ, എന്റെ പറമ്പിലെ പ്ലാവിൽ നിറയെ ചക്കയുണ്ട് സാറേ. വീട്ടിലാകെ ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. എത്ര എണ്ണം തിന്നാൻ പറ്റും? ബാക്കി ചക്കപ്പഴം മുഴുവൻ വെറുതെ താഴെ വീണ് ചീഞ്ഞു പോവാ. എന്റെ ഭാര്യ ഇന്നലെ എന്നോട് ചോദിക്കുക, ഇതെന്തിനാ ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നതെന്ന്. ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തുകൂടെ എന്ന്. അപ്പോഴാ ഞാൻ സാറിനെ ഓർത്തത്.
എന്നെയോ? അതെ, ഇന്നാളൊരു ദിവസം കൃഷ്ണൻകുട്ടിയുടെ ചായക്കട വെച്ച് സാറ് പറഞ്ഞില്ലേ, ചക്കപ്പഴം ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, മായം കലരാത്ത ചക്കപ്പഴം ഇപ്പൊ കിട്ടാനില്ല എന്നൊക്കെ. സാറിന് ചക്കപ്പഴം വലിയ ഇഷ്ടമാണെന്നും പറഞ്ഞു. ഇതേ ഒരു മായവും കലരാത്ത ചക്കപ്പഴമാണ് സാറേ. എന്റെ പറമ്പില് രാസവളവും കീടനാശിനിയും ഒന്നും ഉപയോഗിക്കാറില്ല. സാറിനെ പോലെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാൾക്കല്ലേ ഞാനിത് കൊണ്ടുവന്ന് തരേണ്ടത്. അതുമാത്രമല്ല, സാർ ഈ നാട്ടുകാർക്ക് മുഴുവൻ ഉപകാരങ്ങൾ ചെയ്യുന്ന, എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്ന ഒരു നല്ല മനുഷ്യനല്ലേ. നല്ല നല്ല മനുഷ്യർക്കാണല്ലോ നമ്മളിങ്ങനെ നല്ല സാധനങ്ങൾ കൊണ്ടു കൊടുക്കേണ്ടത്. അതുകൊണ്ട് കൊണ്ടുവന്നതാ. ജോണിക്കുട്ടി ചെയ്തത് ഒരു വലിയ കാര്യം. സത്യം പറഞ്ഞാൽ ഇന്ന് ഈ സമയത്ത് ഈ ചക്കപ്പഴം ജോണിക്കുട്ടി ഇവിടെ കൊണ്ടുവന്നത് ഏറ്റവും നല്ല കാര്യം. അതെന്താ സാറേ? അല്ല, ചിലർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, അവർ കണ്ടാലേ പഠിക്കൂ. ഈ ചക്കപ്പഴം ഇപ്പോൾ കിട്ടിയത് കൊണ്ട് ഒരാളെ ചില കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റും. വളരെയധികം നന്ദി. അയ്യോ, സാർ എന്നോട് നന്ദിയൊന്നും പറയണ്ട. എന്നോട് ഇത്രയും സ്നേഹം കാണിച്ചല്ലോ, അത് മതി. ഞങ്ങളെ പോലുള്ളവർക്ക് അതൊക്കെയല്ലേ സാറേ വലിയ കാര്യം. നല്ല വാസന തന്നോളൂ. അല്ലെങ്കിലും ചക്കപ്പഴം എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെ. ശരി ജോണിക്കുട്ടി, ശരി. നല്ല ഭാരം. ഇതെന്താ? ഇതെന്താണെന്ന് നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ? അതെനിക്ക് മനസ്സിലായി. ഇത് എവിടുന്നാണെന്ന്. എനിക്ക് ചക്കപ്പഴം വളരെയധികം ഇഷ്ടമാണെന്ന് നിനക്കറിയാലോ. അതെനിക്കറിയാം. എന്നിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു സാധനം വാങ്ങിത്തരണമെന്ന് നീ ആലോചിച്ചിട്ട് പോലും ഇല്ലല്ലോ. അല്ല, അതിപ്പോ നീ ഒന്നും പറയണ്ട. സ്റ്റേറ്റ് ബാങ്കിലെ ദാമോദരൻ സാറിന്റെ വീടിന്റെ പാലുകാച്ചിന് പോണെന്ന് പറഞ്ഞപ്പോ ദാമോദരൻ സാറിനെ സന്തോഷിപ്പിക്കാൻ അങ്ങേർക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞ് നീ വാശി പിടിച്ചു അല്ലേ? അങ്ങനെ വാശി പിടിച്ച നീ, പക്ഷേ എനിക്കിഷ്ടമുള്ള ചക്കപ്പഴം നീ ഇതുവരെ വാങ്ങി തന്നിട്ടില്ല. സ്വന്തം ഭർത്താവിന് വളരെയധികം ഇഷ്ടമുള്ള ഒരു സാധനം വാങ്ങിക്കൊടുക്കാത്ത നിനക്ക് മറ്റുള്ളവർക്ക് സമ്മാനം വാങ്ങിക്കൊടുക്കണമെന്ന് പറയാൻ എന്താണ് അർഹത? അല്ല മോഹനേ, കുറച്ചു മുമ്പ് നിന്റെ കൂട്ടുകാരി അനുരാധ നിനക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊണ്ടുവരുന്നു പറഞ്ഞല്ലോ. മൊബൈൽ ഫോൺ എന്ന സാധനം അപകടം വരുത്തി വെക്കുമെന്ന് നിനക്കും എനിക്കും അറിയാം. പക്ഷേ ഈ ചക്കപ്പഴമോ, ഇതിൽ നിറയെ പ്രോട്ടീനും വിറ്റാമിനുമാണ്. വിറ്റാമിൻ എ, വിറ്റാമിൻ B6, B12, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ. അറിയോ? അത് മാത്രമല്ല, മനുഷ്യ ശരീരത്തിന് വളരെയധികം ആവശ്യമുള്ള കാൽസ്യം, മഗ്നീഷ്യം, മാംഗനീസ്, പൊട്ടാസ്യം, സോഡിയം, ഇരുമ്പ്, ഗന്ധകം ഇവയെല്ലാം ധാരാളമുള്ള ഒരു ഫലമാണ് ചക്കപ്പഴം. ചക്കപ്പഴം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇതിൽ കൊളസ്ട്രോൾ തീരെയില്ല എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ തെക്കേപ്പറമ്പിലെ ജോണിക്കുട്ടി കൊണ്ടുവന്ന ഈ ചക്കപ്പഴം കൊണ്ട് എന്റെ ആരോഗ്യം കൂട്ടാം. അനുരാധ വാങ്ങി തരുന്ന മൊബൈൽ ഫോൺ കൊണ്ട് നിന്റെ ആരോഗ്യം കുറയ്ക്കാം. മേലിൽ സമ്മാനം എന്നൊരു വാക്ക് ഈ വീട്ടിൽ കേൾക്കരുത്. ഭർത്താവിന് ഇഷ്ടമുള്ള, ഭർത്താവിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരു വസ്തു വാങ്ങിത്തരാത്ത നിനക്ക് സമ്മാനം എന്ന വാക്ക് ഉപയോഗിക്കാൻ അർഹതയില്ല. ആഹാ, മോഹനേട്ടന്റെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് മോഹനേട്ടന് ഇഷ്ടമുള്ളത് ഒന്നും ഞാൻ വാങ്ങി തന്നിട്ടില്ല എന്ന് തോന്നും. എനിക്ക് ചക്കപ്പഴം ഇഷ്ടമാണെന്ന് നിനക്കറിയാമല്ലോ. അറിയാം. അത് നീ വാങ്ങിക്കൊണ്ടുവന്നോ? ഇല്ല. അല്ല, ഈ ചക്കപ്പഴം എന്ന് പറഞ്ഞ സാധനം എല്ലാ കടയും നമുക്ക് വാങ്ങാൻ പറ്റുന്നതല്ലല്ലോ മോഹനേട്ടാ. ഏതെങ്കിലും പഴക്കടയിൽ നിന്ന് വാങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മോഹനേട്ട പറയും, വിൽക്കാൻ വെച്ചിരിക്കുന്ന പഴങ്ങളിലെല്ലാം മായം ചേർത്തിട്ടുണ്ട്, ഹോർമോൺ കുത്തിവെച്ചിട്ടുണ്ട്, രാസവളത്തിന്റെ അംശമുണ്ട്, കീടനാശിനിയുണ്ട് എന്നൊക്കെ. അവനെ ഞാൻ എങ്ങനെ വാങ്ങുക? ഇതൊക്കെ നീ പറയുന്ന ഒഴിവൊഴിവുകളാ. ജോണിക്കുട്ടി എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ചക്കപ്പഴം കൊണ്ടുവന്ന് തന്നത്. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ ഭാമേ, ഈ നാട്ടുകാർക്ക് എന്നോട് ഭയങ്കരമായ സ്നേഹവും ബഹുമാനവുമാണെന്ന്?
നിനക്കുള്ളതിൽ കൂടുതൽ ബഹുമാനം ഉണ്ടെന്നുള്ളതാണ് സത്യം. എനിക്കിത് കിട്ടണം. കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് മോഹനേട്ടന്റെ സകല കാര്യങ്ങൾ നോക്കുന്നത് ഞാനാണേ. ഞാൻ അലക്കി തേക്കാത്ത ഷർട്ടും മുണ്ടും ഇട്ട് മോഹനേട്ടൻ ഇന്ന് വരെ ആഫീസിൽ പോയിട്ടില്ല. ഇക്കാലം അത്രയും മോഹനേട്ടൻ 3 നേരം കഴിച്ചത് ഞാൻ വെച്ചുണ്ടാക്കി തന്നതാണ്. അതിലൊന്നും മോഹനേട്ടൻ എന്നോടൊരു നന്ദി പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നതേയില്ല. ഇന്നിപ്പോ എവിടെയോ കിടക്കുന്ന ഒരു ജോണിക്കുട്ടി ചക്കപ്പഴമായിട്ട് വന്നപ്പോ അയ്യോ ജോണിക്കുട്ടി ഒരു വലിയ സംഭവം. ആർക്കും ഒരു സമ്മാനവുമായി നമ്മളെ കാണാൻ വരാം. പക്ഷേ നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ഒരു സമ്മാനവുമായി ഒരാൾ വരുമ്പോഴാണ് അയാളുടെ സ്നേഹം നമ്മൾ തിരിച്ചറിയുന്നത്. അതായത് എനിക്ക് മോഹനേട്ടനോട് സ്നേഹമില്ല എന്നാണ് മോഹനേട്ടൻ പറഞ്ഞു വരുന്നത്. നീ ഇതുവരെ എനിക്ക് ചക്കപ്പഴമായി കൊണ്ടുവന്നില്ലല്ലോ. ഇല്ല. അതായ പറഞ്ഞത്. അപ്പോ എനിക്ക് മോഹനേട്ടനോടുള്ളതിനെക്കാട്ടിലും സ്നേഹം ജോണിക്കുട്ടിക്കുണ്ട്. എനിക്കിഷ്ടമുള്ള സാധനം വാങ്ങിക്കൊണ്ടുവന്നത് ജോണിക്കുട്ടിയാണ്. എങ്കിൽ പിന്നെ നാളെ മുതൽ ഷർട്ട് മുണ്ട് തേക്കാനും 3 നേരം വെച്ചുണ്ടാക്കി തരാനും ആ ജോണിക്കുട്ടിയോട് തന്നെ പറഞ്ഞാൽ മതി. നീ പേടിപ്പിക്കുന്നത് വേണ്ട. ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞാൽ ജോണിക്കുട്ടി ആദ്യം ചെയ്യും. പക്ഷേ ഞാനത് പറയും. കാരണം ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ഭാര്യയാണ്. ഇറങ്ങുന്നു. എന്നാലും നീ ഇതുവരെ എനിക്ക് ചക്കപ്പഴം വാങ്ങി തന്നില്ലല്ലോ. എനിക്ക് പോകുന്ന വഴി ഗംഗാധരൻ സാറിന്റെ വീട്ടിലേക്ക് ഒന്ന് കയറണം. ഉത്തമനത് എവിടെ? ഉത്തമനെ പോലെ സ്കൂട്ടറിലായിരുന്നു ഞാൻ പോകുന്നതെങ്കിൽ പലപ്പോഴും ഇതുപോലെ സ്കൂട്ടർ കേടാവുകയും ഞാൻ വൈകുകയും ചെയ്യുമായിരുന്നു. ഇതിപ്പോ എന്താ പറ്റി? പെട്രോള് തീർന്നതല്ല. രാവിലെ ഒരു അത്യാവശ്യ കാര്യത്തിന് ഇറങ്ങുമ്പോ ഈ വണ്ടി ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തോ ചെയ്യും? ഇതിപ്പോ ഒരു ചായ. ഇനിയിപ്പോ പത്മനാഭ സാറിനോട് എന്തോന്ന് പറയും? മോഹനേട്ടൻ സാറിന്ന് നേരത്തെ ആണല്ലോ. നമസ്കാരം സാർ. സാറിന്ന് 10 മിനിറ്റ് നേരത്തെ ആണല്ലോ. എനിക്ക് പോകുന്ന വഴി ഗംഗാധരൻ സാറിന്റെ വീട്ടിലേക്ക് ഒന്ന് കയറണം. ഉത്തമനത് എവിടെ? അല്ല പിന്നെ സ്കൂട്ടർ ഇവിടെ വന്നപ്പോ പെട്ടെന്ന് നിന്നുപോയി. എന്താണ് പ്രശ്നമൊന്നും മനസ്സിലാവുന്നില്ല. വാട്ടർ അതോറിറ്റിയിലെ പത്മനാഭ സാറിനെ പുതിയ വാടക വീട് എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞ 9:30 അവിടെ എത്താന്ന് പറഞ്ഞതാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും എന്തോ. ഉത്തമനെ പോലുള്ളവരോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇത്തരം യന്ത്രങ്ങളെ വിശ്വസിച്ച് ഒരു കാര്യത്തിനിറങ്ങി പുറപ്പെടരുത് എന്ന്. എനിക്ക് വില്ലേജ് ഓഫീസിൽ ജോലി കിട്ടിയിട്ട് 9 വർഷം കഴിഞ്ഞു. ഇതുവരെ ഞാൻ വൈകി ഓഫീസിൽ ചെന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഇത്തരം യന്ത്രങ്ങളെ ആശ്രയിക്കാതെ നടന്നു പോകുന്നത്. ഉത്തമനെ പോലെ സ്കൂട്ടറിലായിരുന്നു ഞാൻ പോകുന്നതെങ്കിൽ പലപ്പോഴും ഇതുപോലെ സ്കൂട്ടർ കേടാവുകയും ഞാൻ വൈകുകയും ചെയ്യുമായിരുന്നു. പക്ഷേ എല്ലാ സ്ഥലത്തും നടന്നു പോകാൻ പറ്റൂലല്ലോ സാറേ. വേണമെന്ന് വെച്ചാൽ അസാധ്യമായിട്ടൊന്നുമില്ല. ഉത്തമൻ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അല്ല, അങ്ങനെയൊക്കെ ചോദിച്ചാ നെപ്പോളിയനാണ് പറഞ്ഞത്. എന്താ? അസാധ്യം എന്നൊരു വാക്ക് എന്റെ നിഘണ്ടുവിൽ ഇല്ല എന്ന്. ഒരു കാര്യം, സ്കൂട്ടർ കാണാക്കി ഇവിടെ തന്നെ നിന്നോ. ഇനി ഇവിടെ സംസാരിച്ചുകൊണ്ടത് ഞാൻ വൈകും. സാറേ, പിന്നെ ആ ഹോമിയോ ആശുപത്രിയുടെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന ഒരു 7 സെന്റ് സ്ഥലം തെക്കേ പറമ്പിൽ ജോണിക്കുട്ടി വാങ്ങിയ കാര്യം സാറിന് അറിയാലോ. ജോണിക്കുട്ടി? മിനിയാന്നായിരുന്നു രജിസ്ട്രേഷൻ. ആധാരം പോക്കുവരവ് ചെയ്യാൻ വേണ്ടി ഇന്നോ നാളെയോ ജോണിക്കുട്ടി വില്ലേജ് ഓഫീസിലോട്ട് കൊണ്ടുവരും. പിന്നെ സാറേ, സർവേ നമ്പറിൽ എന്തോ ഒരു നിസാര പെശക് പറ്റിയിട്ടുണ്ട്. സാർ അത് പ്രശ്നമാക്കുമോ എന്ന് ജോണിക്കുട്ടി എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറിനെ കണ്ടൊന്ന് സംസാരിച്ച് നോക്കൂ ജോണിക്കുട്ടി എന്ന്. സാറിന്റെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കാര്യം നടക്കുമെന്ന് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും ജോണിക്കുട്ടി സാറിനെ കാണാൻ വരും. ജോണിക്കുട്ടിനെ കാണാൻ വന്നു. കാണാൻ വന്ന എപ്പോ?
കുറച്ചു മുമ്പ്. ഓ, എന്നിട്ട് സാറെന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ ജോണിക്കുട്ടി ചില കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്തു. അത് സാറേ, അപ്പൊ ആ ചക്കപ്പഴം പോക്കുവരവുള്ള കൈക്കൂലിയായിരുന്നല്ലേ? ജോണിക്കുട്ടിയാള് കൊള്ളാല്ല. സാറേ, ജോണിക്കുട്ടിയുടെ ചക്ക നടന്നത്, ജോണിക്കുട്ടിയുടെ പോക്കുവരവ് നടന്നത് തന്നെ. അയ്യോ സാറേ, അങ്ങനെ പറയില്ല. സത്യസന്ധനായ സർക്കാർ ഉദ്യോഗസ്ഥനെ കൈക്കൂലി കൊടുത്ത് സ്വാധീനിക്കാൻ നോക്കിയ ജോണിക്കുട്ടി വിവരം അറിയും. ആഹാ. സാറേ, സാറത് അങ്ങോട്ട് വില്ലേജ് ഓഫീസിലാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടല്ലേ പോകേണ്ടത്? ഉത്തമൻ എന്നെ വഴിപിടിപ്പിക്കാൻ നോക്കണ്ട. അഹങ്കാരി. ജോണിക്കുട്ടി മോഹനേട്ട സാറിന് കൈക്കൂലി കൊടുത്ത അതെപ്പോ? അത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ. മോഹനേട്ടൻ ആഫീസിൽ പോയിട്ട് വൈകിട്ട് തിരിച്ചു വരുമ്പോ വയറ് നിറച്ച് കഴിക്കാലോ. ഒന്ന് പറയണ്ട, ഇതെന്റെ ആഫീസ് കാര്യമാണ്. ചക്കയോ? ഹമേ, ഇവിടെ പോയിട്ട് തിരിച്ചു പോയോ? എന്തു പറ്റി മോനേട്ടാ? ഇവിടെ വെച്ചൊരു ചക്ക അവിടെ. ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചു. എന്താ അത് പെട്ടെന്ന് എടുക്ക്, എനിക്ക് അത്യാവശ്യമുണ്ട്. അത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ. മോഹനേട്ടൻ ആഫീസിൽ പോയിട്ട് വൈകിട്ട് തിരിച്ചു വരുമ്പോ വയറ് നിറച്ച് കഴിക്കാലോ. കഴിക്കാനല്ല, പിന്നെന്തിനാ? നീ ചക്ക എടുക്കുന്നുണ്ടല്ലോ. ഇതൊരു വല്ലാത്ത സൂക്കേട് തന്നെയാണ്. ജോണിക്കുട്ടിയുടെ കളി എന്നോട്. വീട്ടിലെ പ്ലാവിൽ ചക്ക ഉണ്ടായപ്പോ ഞാൻ സാധനം ഓർത്ത്, അതുകൊണ്ട് കൊണ്ടുവന്നതാണ് എന്ന്. സർവേ നമ്പർ തെറ്റിക്കിടക്കുന്ന ആലോചിക്കാൻ കണ്ടെത്തിയ കുറുക്കു വഴി ശരിയായി കൊടുക്കേ. ഇതിപ്പോ എന്ത് ചെയ്യാൻ പോണു? ജോണിക്കുട്ടിക്ക് തിരിച്ചു കൊടുക്കാൻ പോകുന്നു. തിരിച്ചു കൊടുക്കാനോ? എന്തിന്? ഇത് എന്നോടുള്ള സ്നേഹം കൊണ്ട് കൊണ്ടുവന്നല്ല, ഇത് കൈക്കൂലിയാണ്. കൈക്കൂലി. ചക്ക കൈക്കൂലിയോ? അതെ, അവന്റെ പോക്കുവരവ് നടത്തി കൊടുക്കാൻ അവൻ കാണിച്ച പരിപാടിയാണത്. ഇനിയിപ്പോ വില്ലേജ് ഓഫീസ് വരുമ്പോ ഞാൻ പോക്കുവരവ് നടത്തി കൊടുക്കില്ലെന്നെങ്ങാനും പറഞ്ഞാൽ ജോണിക്കുട്ടി പറയും, സാറേ എന്റെ കയ്യിൽ നിന്ന് ചക്കപ്പഴം മേടിച്ച് തിന്നല്ലേ എന്ന്. മോഹനേട്ടൻ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്? കൈക്കൂലിയായിട്ട് ആരെങ്കിലും ചക്കപ്പഴം തരുവോ? എന്നാല് കൈക്കൂലി എന്ന് പറഞ്ഞാൽ പണമായി തന്നെ തരണമെന്നില്ല. സർക്കാർ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നതിന് പ്രതിഫലമായി പണമോ പാരിതോഷികങ്ങളോ വാങ്ങിയാൽ അത് കൈക്കൂലിയായി പരിഗണിക്കുമെന്നാണ് നിയമം. അങ്ങനെ നോക്കുമ്പോ ഈ ചക്ക ഒരു പാരിതോഷികമാണ്, അതുകൊണ്ട് തന്നെ കൈക്കൂലിയുമാണ്. ഇനി ഈ സാധനം ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. എന്റെ മോഹനേട്ടൻ വെറുതെ ഇതിവിടെ വെച്ചിട്ട് ആഫീസ് പോകാൻ നോക്ക്. ഇല്ല, ഇത്രയും വർഷത്തിനിടയ്ക്ക് നയാ പൈസ കൈക്കൂലി വാങ്ങാത്ത കെ മോഹനേഷ് സാറിനെ ഈ ചക്ക കുടുക്കിൽ വീഴിക്കാൻ നോക്കിയ ജോണിക്കുട്ടിയെ രണ്ട് പറഞ്ഞിട്ട് തന്നെ ബാക്കിയോ. ആഹാ, തോപ്പിക്കാൻ നോക്കുന്നു മോഹനേഷ്. ഞാനത് പറയട്ടെ മോനേട്ടാ. ഒന്ന് പറയണ്ട, ഇതെന്റെ ആഫീസ് കാര്യമാണ്. ചക്കയോ? ചക്കയായാലും മാങ്ങയായാലും തേങ്ങയായാലും ഇത് കൈക്കൂലിയാണ്. ഇനി ഈ കാര്യത്തിൽ നീ ഒരു അക്ഷരം ഇടരുത്. എന്റെ പൊന്നോ, ഭ്രാന്ത് മൂത്ത് കഴിഞ്ഞ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. രാവിലെ ചക്കയും തൂക്കി പിടിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസർ ഇങ്ങനെ റോഡിലൂടെ പോകുന്ന കാണാൻ ആഹാ എന്താ ഒരു രസം. എന്താ സാറേ ഇത്? തേങ്ങ. കഷ്ടം. മോഹനേഷ് സാറേ, അതെ ഇവിടെ. വില്ലേജ് ഓഫീസിൽ ഇപ്പോ ചക്ക കച്ചവടമാണോ? എന്താ ലോലപ്പൻ ചോദിച്ചത്? അല്ല, വില്ലേജ് ഓഫീസിൽ ഇപ്പോ ചക്ക കച്ചവടമാണെന്ന് ചോദിച്ചത്. വില്ലേജ് ഓഫീസർ ചക്കയും തലയിൽ വെച്ചോണ്ട് ഓഫീസിലേക്ക് പോണ കണ്ടിട്ട് ചോദിച്ചതാ. ലോനപ്പൻ ഈ ചക്കയൊന്ന് പിടിച്ചേ. ബാഗ് വേണ്ട. എങ്ങനെയുണ്ട്? നല്ല കനമുണ്ടോ? കുറച്ച്. ഒരാൾ ഒരു ചക്കയും തലയിൽ വെച്ച് പോകുന്നത് കാണുമ്പോ അത് വിൽക്കാൻ കൊണ്ടുപോകാണോ എന്ന് തോന്നുന്ന കാര്യം എന്താ? നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറാണ് കെ മോഹനേഷ് സാർ. അങ്ങനെയുള്ള എന്നെ
പൊതുസ്ഥലത്ത് വെച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കളിയാക്കിയാലുണ്ടല്ലോ, ലോനപ്പൻ എന്റെ ഇങ്ങനൊരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ. ദേഷ്യം വന്ന ഞാള് ഭയങ്കര. നമ്മുടെ നാട്ടിൽ വളരെ സാധാരണയായി കാണുന്ന ഒരു ഫലമാണ് ചക്ക. ഫലമുണ്ടോ? എത്രയോ ആളുകൾ തലയിൽ വെച്ചോണ്ട് പോകുന്നു, കയ്യിൽ വെച്ചോണ്ട് പോകുന്നു. അവരൊക്കെ അത് വിൽക്കാൻ കൊണ്ടുപോകുന്നതാണോ? ഞാൻ ഈ ചക്ക വിൽക്കാൻ കൊണ്ടുപോകുന്നതല്ല എന്ന് ലോനപ്പൻ അറിയാം. ലോനപ്പൻ അറിയാമായിരുന്നു. എന്നാലും വെറുതെ ഒരു ചോദ്യം. അതെ, ചക്ക വില്ലേജ് കൊണ്ടുപോകാണോ? അവിടെ ചക്ക കച്ചവടാണോ? മേലിൽ എന്നെ കാണും. ഇമാതിരി യാതൊരു കാര്യവുമില്ലാത്ത ചോദ്യം ചോദിച്ച് ലോനപ്പം വന്നാൽ ലോനപ്പം വിവരം അറിയും. മനസ്സിലായോ? മനസ്സിലായി സാർ. എങ്കിൽ ശിരസിലേക്ക് വെച്ചോളൂ. ശിരസിലേക്ക് വെക്കോ? തല വെക്കോ? ലോനപ്പ തെക്കേ പറമ്പിലെ ജോണിക്കുട്ടിയെ കണ്ടായിരുന്നു? ഇല്ല. നാളെ പോക്കൂരിന് അപേക്ഷ കൊടുക്കും. നിയമപ്രകാരം പോക്കൂര് നടക്കാൻ 1 മാസം എടുക്കും. കുമാരചേട്ടൻ അറിയാലോ കാര്യങ്ങളൊക്കെ. അറിയാം. ജോണിക്കുട്ടി തേടിയ വള്ളി കാലി ചുറ്റി. എന്നാ ശരി. സാറിന്റെ കാര്യം കൈവിട്ടു പോയ? അയ്യേ, എന്താ സാറേ ചക്കയൊക്കെ ആയിട്ട്? ഞാൻ ജോണിക്കുട്ടി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എന്നെയോ? എന്താ സാറേ? ആദ്യം ഈ ചക്ക ഒന്ന് താഴേക്ക് വെച്ചോ. എന്താ സാറേ ഈ ചക്ക ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ ഒരു സത്യസന്ധനായ വില്ലേജ് ഓഫീസറാണെന്ന് ജോണിക്കുട്ടിക്ക് അറിയാമോ? അറിയാം സാറേ. എന്തിനാണോ ഇതുമായി ഈ ചക്കയുമായി എന്നെ കാണാവുന്നത്? അതിപ്പോ സത്യസന്ധതയും ചക്കയായിട്ട് എന്താ സാറേ ബന്ധം? ബന്ധമുണ്ടല്ലോ. ബന്ധമുണ്ടോ? ഹോമിയോ ആശുപത്രിയുടെ അടുത്തുള്ള 7 സെന്റ് ഭൂമി ജോണിക്കുട്ടി വാങ്ങിയെന്നും അതിന്റെ ആധാരം മെനിങ്ങാന്ന് രജിസ്റ്റർ നടത്തിയെന്നും ഞാൻ അറിഞ്ഞു. ആ ആധാരത്തിലെ സർവേ നമ്പറിൽ എന്തോ പിശകുണ്ടെന്നും അതുകൊണ്ട് പോക്കുവരവ് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ പെശകൊന്നും ഇല്ല സാറേ അതില്. വേണ്ട വേണ്ട, എല്ലാം അറിഞ്ഞിട്ടാണ് സാർ സംസാരിക്കുന്നത്. സർവേ നമ്പറിൽ പെശകുള്ളത് കൊണ്ട് എനിക്ക് കൈക്കൂലി തന്ന് ആധാരം പോക്കുവരവ് ചെയ്യിക്കാമെന്ന് ജോണിക്കുട്ടി കണക്കാക്കി. സാർ ആ കൈക്കൂലി അല്ല ഈ ചക്ക. അല്ല സാറേ, കള്ളം പറയരുത്. എനിക്കെല്ലാം അറിയാം. ജോണിക്കുട്ടി എന്നെ പറ്റി എന്താ കരുതിയത്? എനിക്ക് ഈ ചക്കപ്പഴം ഇഷ്ടമാണ് എന്ന് കരുതി ഇത് കിട്ടിയ പാടെ ഞാൻ ജോണിക്കുട്ടിയുടെ പോക്കുവരവ് നടത്തിയിരുന്നു കരുതി. ചക്കപ്പഴം എന്നല്ല, ഇതിനേക്കാളും വലിയ സമ്മാനം തന്നാലും മോഹൻ സാർ നിയമം വിട്ട് ഒന്നും ചെയ്യില്ല. ജോണിക്കുട്ടി പോക്കുവരവനായി വില്ലേജ് ഓഫീസിൽ വരുമ്പോ ഞാൻ ബാക്കി പറയാം. സാറേ, ജോണിക്കുട്ടിക്കും ഈ നാട്ടുകാർക്ക് മുഴുവൻ കേട്ടോ ഈ ചക്ക ഒരു പാഠമായിരിക്കണം. സാറേ, ഞാൻ സാറിനോട് കള്ളം പറഞ്ഞു എന്നുള്ളത് നേരാ. പക്ഷേ സാറ് വിചാരിക്കുന്നത് പോലെ ഒരു കള്ളമല്ല അത്. ഇന്നലെ ഭാസ്കരൻ ചേട്ടന്റെ പഴക്കടയിൽ വെച്ച് സാറിന്റെ ഭാര്യ ദാ ഈ ചക്ക വാങ്ങിയാലോ എന്നാലോചിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടു. സാറിന് ചക്കപ്പഴം വലിയ ഇഷ്ടമാണ്. പക്ഷെ പഴക്കടയിൽ കിട്ടുന്ന ചക്കയിൽ മായം കലർന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സാർ ഇത് കഴിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പഴക്കടയിൽ നിന്ന് വാങ്ങിയതാണെന്ന് സാറിനോട് പറയണ്ടെന്ന്. എന്റെ പറമ്പിലെ പ്ലാവിൽ ഉണ്ടായതാണെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാനിത് വീട്ടിൽ കൊണ്ടുവന്ന് തരാമെന്ന് വെച്ചത്. അതായത് വക്കീല് കാശ് കൊടുത്ത് വാങ്ങി ചെന്നൈ ഏൽപ്പിച്ച ചക്കപ്പഴമാണിത്. ഞാൻ പറഞ്ഞത് വിശ്വാസമില്ലെങ്കിൽ സാർ പോയി വക്കീലിനോട് ചോദിക്കേ. ഈ സാധനം എന്തായാലും വക്കീൽ വാങ്ങിയതാ. പിടിക്കേ വീട്ടിൽ കൊണ്ടു തരൂലേ?
അല്ലെങ്കിൽ ലോകത്താരെങ്കിലും ചക്കപ്പഴം കൈക്കൂലിയിട്ട് കൊടുക്കുമോ സാറേ? കഷ്ടം തന്നെ. ഈശ്വര, ഇതുവരെ ചുവന്നുണ്ടെന്ന് വെറുതെ ആയോ? ഇനിയിപ്പോ എന്താ ചെയ്യുക? ഈ മനുഷ്യന് വട്ടാണെന്ന് നാട്ടുകാർ പറയുന്നത് വല്ല അത്ഭുതമുണ്ടോ? ഇതുമായിട്ട് അങ്ങ് എവിടെയെല്ലാം പോയി? ഇനി ഇത് കാണാൻ നാട്ടുകാരെല്ലാം ബാക്കിയുണ്ടോ? ഈ മനുഷ്യന് വട്ടാണെന്ന് നാട്ടുകാർ പറയുന്നത് വല്ല അത്ഭുതമുണ്ടോ? എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? കേറി വായോ. എന്റെ അമ്മച്ചി. ഓ, ഇതുമായിട്ട് അങ്ങ് എവിടെയെല്ലാം പോയി? ഇനി ഇത് കാണാൻ നാട്ടുകാരെല്ലാം ബാക്കിയുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഞാനിത് ഭാസ്കരൻ ചേട്ടന്റെ കടയിൽ നിന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം മോഹനേട്ടൻ പറയും ഇത് മുഴുവനും മായമാണ്, ഞാനിത് കഴിക്കില്ല. ഇനി രണ്ടാമത്തെ കാര്യം, വല്ല വിധേനയും അടുക്കള വരെ എത്തിച്ച് ഈ ചക്കപ്പഴവും എടുത്തുകൊണ്ട് മോഹനേട്ടൻ തിരിച്ചു പോകാനായിട്ട് നോക്കിയപ്പോ ഞാൻ സത്യം തുറന്നു പറയാൻ പരമാവധി ശ്രമിച്ചതാണേ. പക്ഷെ മോഹനേട്ടൻ ഒന്നും കേട്ടില്ല, എന്നൊന്നും മിണ്ടാൻ പോലും സമ്മതിച്ചില്ല. എന്നാലും മോഹനേട്ടാ, ആധാരം പോക്കുവരവ് ചെയ്യാനായിട്ട് ആ ജോണിക്കുട്ടി ഈ ചക്കപ്പഴം കൈക്കൂലി തരുമെന്ന് മോഹനേട്ടൻ കരുതിയല്ലോ. ജോണിക്കുട്ടി ഭൂമി വാങ്ങിയ കാര്യവും ആധാരത്തിൽ വിഷമുണ്ടെന്നുള്ള കാര്യവും ജോണിക്കുട്ടി അതിനുവേണ്ടി എന്നെ കാണാൻ വരുന്ന കാര്യവും ഉത്തമൻ എന്നോട് പറഞ്ഞു. ഉത്തമനെ ഞാൻ വെച്ചിട്ടുണ്ട്. വെറുതെ ഇനി ഉത്തമനെ കുറ്റം പറയാൻ നിൽക്കണ്ട മോഹനേട്ടാ. ഒക്കെ മോഹനേട്ടന്റെ എടുത്തുചാട്ടം കൊണ്ടുണ്ടായതല്ലേ. ആ, മോഹനേട്ടന് ചക്കപ്പഴം ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഇതുവരെയായിട്ടും അത് വാങ്ങിത്തരാതിരുന്നത് എനിക്ക് മോഹനേട്ടനോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണെന്ന് കുറച്ചു മുന്നേ മോഹനേട്ടൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ആ, ചക്കപ്പഴം വാങ്ങിയപ്പോഴത്തെ അവസ്ഥ ഇത്. പിന്നെ എങ്ങനെ ഞാൻ വാങ്ങും? ഇപ്പൊ അറിഞ്ഞല്ലോ. അറിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു? മോഹനേട്ടനോട് കൂടുതൽ സ്നേഹം എനിക്കാണോ ജോണിക്കുട്ടിക്കാണോ? എനിക്ക് അറിഞ്ഞൂടെ. ചക്കപ്പഴത്തിലുള്ള വിറ്റാമിനുകളെ പറ്റിയും പ്രോട്ടീനുകളെ പറ്റിയും ഒക്കെ വിശേഷപ്പെട്ട അറിവുള്ളയാളാണ് മോഹനകൃഷ്ണൻ. പക്ഷേ ഭർത്താവിനോടുള്ള സ്നേഹം മൂത്ത് സത്യഭാമ ഇങ്ങനെ ഒരു വളഞ്ഞ വഴി കാണിക്കുമെന്ന് കക്ഷി കരുതിയില്ല. എന്തായാലും ഒരു ചക്കപ്പഴവുമായി നാട് ചുറ്റി നാണം കെട്ട വില്ലേജ് ഓഫീസറോട് സഹതാപം പ്രകടിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം.